കുറേ പേര് ചോദിച്ചില്ലേ കൈയൊടിഞ്ഞതിൻ്റെ പുറകിലുള്ള കഥ എന്താണെന്ന്. ഇനി പറയാൻ പോകുന്നതാണ് ആ കഥ. ഒരു ആക്സിഡൻറ്റ് കഴിഞ്ഞ് നേരെ വന്ന് നിൽക്കുന്നതാണേ. ആൾ പറഞ്ഞ അനുസരിച്ച് ഓഫീസ് കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴി ഒരു പെൺകൊച്ചു സ്കൂട്ടറുമായിട്ട് വട്ടം ചാടി. അപ്പോൾ ബ്രേക്ക് പിടിച്ചു, ബാക്കിൽ നിന്ന് ആരോ വന്ന് ഹിറ്റ് ചെയ്തു. അപ്പോൾ വണ്ടി സ്കിഡായി. എന്തൊക്കെയോ സ്റ്റോറി പറയുന്നു. എന്തോ റൈറ്റ് ഹാൻഡിന് നല്ല പെയിനുണ്ട്. കുറേ സ്പ്രേ ഒക്കെ അടിച്ച് നോക്കി കേട്ടോ. സ്പ്രേ അടിച്ചു, കുഴമ്പൊക്കെ ഇട്ട് നോക്കി. ചെറുതായിട്ട് നീര് വെച്ച് നോക്കി തന്നെ സംഭവം മനസ്സിലായി, എന്തോ പണി പാളിയിട്ടുണ്ട്. ഹോസ്പിറ്റലിൽ പോകാൻ പറഞ്ഞിട്ട് എന്ത് ചെയ്തിട്ട് ആൾ പോകുന്നില്ല. അതിന് വേറൊരു കാരണമുണ്ട്, അത് ഞാൻ വഴിയേ പറയാം. കുറേ നിർബന്ധിച്ച് നോക്കി ഒന്ന് ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയിട്ട്. ലാസ്റ്റ് അമ്മയുടെ ആ കണ്ണ് പൊട്ടുന്ന ചീത്ത കേൾക്കേണ്ടി വന്നു. ഇത് കോയമ്പേട്ട മതി, ഹോസ്പിറ്റലിൽ പോകേണ്ട കാര്യമൊന്നുമില്ല. നീ ഇതെന്നെ അടിക്കുന്നത് ഷൂട്ട് ചെയ്തോണ്ടിരിക്കുന്നത്. ലാസ്റ്റ് ഒന്ന് എക്സ്റേ എടുത്ത് നോക്കാൻ നാളെ സംബന്ധിച്ച് ഹോസ്പിറ്റലിൽ പോയേ. ഹോസ്പിറ്റലിൽ പോയിട്ടുള്ള വിശേഷങ്ങളൊക്കെ ഷടപ്പെടാന്നായിരുന്നു. പോയ അത്ര സന്തോഷമൊന്നുമില്ല തിരിച്ചു വന്നു കഴിഞ്ഞപ്പം. കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ലെഗമെൻറ്റ് ഫ്രാക്ചർ ഉണ്ട്. അതുകൊണ്ട് കൈക്ക് പ്ലാസ്റ്റർ ഇട്ട് 3 ആഴ്ച നല്ല റെസ്റ്റ് എടുത്തോളാം ഡോക്ടർ പറഞ്ഞു. അതോടുകൂടി ആളുടെ കിളി പോയെന്ന് വെച്ചാൽ ഫുള്ള് സാഡായിരുന്നു. ഇത് നടക്കുന്നൊരു വ്യാഴാഴ്ച ഈവനിങ് ആണേ. ഇനി ഞാൻ പറയുന്നത് സാറ്റർഡേയിലെ കഥയാണ് കേട്ടോ. ദേ ഇരിക്കുന്നു 3 ആഴ്ച പ്ലാസ്റ്റർ ഇടാൻ പറഞ്ഞ ആൾ കയ്യിലെ പ്ലാസ്റ്ററൊക്കെ വെട്ടിയിരിക്കുന്നു. എന്താണെന്നല്ലേ, ഞായറാഴ്ച ഇവർ ബൈക്കിൽ റൈഡ് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തേക്കാണ്. ഇതാണ് പ്ലാസ്റ്റർ ഇട്ടുകൊണ്ടുണ്ടായ സങ്കടത്തിൻ്റെ കഥ. ശനിയാഴ്ച പോയി ഡോക്ടറെ കണ്ട് ഡോക്ടറിൻ്റെ കയ്യും കാലും പിടിച്ച് 3 ആഴ്ചത്തേക്ക് ഇട്ടിരുന്ന പ്ലാസ്റ്റർ പുള്ളി അങ്ങ് വെട്ടിച്ചു. എന്നിട്ട് നേരെ പോയി ബൈക്കൊക്കെ ഒന്ന് കഴുകി അതിൻ്റെ ഇൻഡിക്കേറ്ററൊക്കെ ഒന്ന് പൊട്ടിയിട്ടുണ്ടായിരുന്നു, അതൊക്കെ കറക്റ്റ് ചെയ്ത് ആൾ വന്നിരിക്കുന്ന ഇരിപ്പാണ്. ഇനി ഫുള്ള് കൺവിൻസിങ് ആണ്. ഡോക്ടർ പറഞ്ഞു കുഴപ്പമില്ല, മാറിക്കോളും, ഇനി ഇത് ഇട്ടാൽ മതി, എല്ലാം ഓക്കെയാണ്, റൈഡ് പൊക്കോളാം ഡോക്ടർ പറഞ്ഞു. തന്നെ പോയതുകൊണ്ട് ഡോക്ടർ എന്താ പറഞ്ഞെന്നുള്ള കാര്യത്തെക്കുറിച്ച് ഞങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ല. എനിക്ക് തോന്നുന്നു മിക്കറും കരഞ്ഞ് കാല് പിടിച്ചിട്ടുണ്ടാവും. അല്ലാണ്ട് 3 ആഴ്ച ഇടാൻ പറഞ്ഞ പ്ലാസ്റ്റർ ബൈക്ക് റൈഡിന് പോകാൻ വേണ്ടിയിട്ട് ഡോക്ടർ വെട്ടിക്കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ആൾ ഫുൾ ഓളാണ്. നല്ല പെയിനുണ്ട് കൈക്ക്. സൺഡേ മോർണിംഗ് 6 മണിക്ക് ആശ റെഡി. കയ്യിലെ വേദന കാരണം ആൾ തലേദിവസം കിടന്നിട്ടില്ല കേട്ടോ. നല്ല വേദനയാണേ. ആ കൈ വെച്ച് ആൾക്ക് ഫുഡ് കഴിക്കാൻ കൂടെ വയ്യ. ഷൂവിൻ്റെ ലൈസ് കെട്ടുന്ന കണ്ടറിയാം, അനക്കാൻ വയ്യ. നല്ല സ്വെല്ലിംഗ് ഉണ്ട് കേട്ടോ. ഈ കൈ വെച്ചാണ് ഇന്ന് ബൈക്ക് ഓടിക്കാൻ പോകുന്നത്. ഈ ബൈക്ക് പ്രാന്താണെന്നറിയാം, പക്ഷേ ഇത് ഇച്ചിരി കൂടുതലായിരുന്നു. ഇതിൻ്റെ ഒരു പാതി ഇഞ്ചുറി എനിക്കുണ്ടായിരുന്നെങ്കിൽ ഞാനൊരു 2 ആഴ്ച കഴിഞ്ഞ് ബെഡിൽ നിന്ന് എനിക്കുള്ളൂ. ഇതൊരു വല്ലാത്ത ആത്മാർത്ഥതയായിപ്പോയി. കുറച്ച് മൂവൊക്കെ സ്പ്രേ ചെയ്ത് പെയിൻ കില്ലർ അടിച്ചിട്ട് ആൾ ഇറങ്ങുവാണേ. 1 ഡേ ട്രിപ്പാണ്. നൈറ്റ് ആകുമ്പോഴത്തേക്ക് ഇങ്ങ് തിരിച്ചെത്തും. അതുവരെ തിന്നാൻ പറ്റുമെന്ന് പോലും അറിയത്തില്ല. എന്തായാലും ടീമിലുള്ള എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. കൂടെ റൈഡ് ചെയ്യുന്ന ടീംമേറ്റ്സൊക്കെ നല്ല ഹെൽപ്പുള്ള ആൾക്കാരാണേ. അപ്പോൾ നൈസായിട്ട് പോയിട്ട് വരട്ടെ. ഇങ്ങനെയുള്ള ചില ഭ്രാന്തുകളൊക്കെ വരുമ്പോൾ ഞാൻ വലിയ നോയൊന്നും പറയാറില്ല കേട്ടോ. ഒരു ജീവിതമല്ലേ ഉള്ളൂ, ഒരു പ്ലാസ്റ്ററൊക്കെ എന്ത്, അത് ഇന്ന് വരും നാളെ പോകും. ഇതൊക്കെ തന്നെ എൻ്റെ മെൻറ്റാലിറ്റി. അതുകൊണ്ട് തന്നെ ആൾ നല്ല അടിപൊളിയായിട്ട് ട്രിപ്പ് പോയിട്ട് വന്നിട്ടോ. നൈസ് ട്രിപ്പായിരുന്നു. കേട്ടിടത്തോളം നല്ല അടിപൊളിയായിരുന്നു. വൈറ്റ്ലയിലുള്ള ട്രയംഫിൻ്റെ ടീ ഹാർട്ട് ബഡീസ് എന്ന് പറയുന്ന ഒരു റൈഡിങ് ക്ലബ്ബുണ്ട്. അവിടെ നിന്ന് പോയ ട്രിപ്പാണിത്. ഇനി നെക്സ്റ്റ് ഡേ മൺഡേ ആൾ ഓഫീസിൽ പോയി. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ തിരിച്ചിങ്ങ് പോന്നു. കൈ അനക്കാൻ പറ്റുന്നില്ല. ഇതിട്ടുകൊണ്ടൊന്നും പ്രത്യേകിച്ച് പ്രയോജനമുണ്ടെന്ന് തോന്നുന്നില്ല. ഇത്തവണ മടിയൊന്നും കാണിച്ചില്ല കേട്ടോ. ഇങ്ങോട്ട് തന്നെ പറഞ്ഞു ഒന്ന് പോയി എക്സ്റേ എടുത്ത് നോക്കിയാലോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോയെന്ന്. നേരത്തെ നമ്മൾ കാക്കനാടുള്ള കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിൽ നിന്നാണ് പ്ലാസ്റ്റർ ഇട്ടത്. ഇത്തവണ പോയപ്പോൾ അവിടെ ഡോക്ടറില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ തൊട്ടടുത്തുള്ള വേറൊരു ഹോസ്പിറ്റലാണ് പോയത്. അവിടെ ചെന്നപ്പോഴാണ് കഥയിൽ വീണ്ടും ട്വിസ്റ്റ്. എക്സ്റേ എടുത്തു, സീൻ ഇച്ചിരി കോണ്ടറയാണ്, അതുകൊണ്ട് നമുക്ക് നാളെ സർജറി ചെയ്യാമെന്ന് ഡോക്ടർ സജസ്റ്റ് ചെയ്തു. ശരിക്കും അപ്പോഴാണ് സംഭവത്തിൻ്റെ സീരിയസ്നെസ് നമുക്ക് മനസ്സിലായത്. വീട്ടിൽ പോയിട്ട് നാളെ ആൾക്കാരൊക്കെ ആയിട്ട് വരാമെന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് മുങ്ങി. നമുക്കെപ്പോഴും ലാസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ലിസി ഹോസ്പിറ്റലാട്ടോ. പിന്നെ നേരെ ലിസി ഹോസ്പിറ്റലിലോട്ട് പോയി. എന്തായാലും അവിടെ ചെന്ന് ഡോക്ടർ കണ്ടിട്ട് പറഞ്ഞു ഉടനെ സർജറി ഒന്നും ചെയ്യണ്ട, നമുക്കൊരു 3 ആഴ്ചത്തേക്ക് ഒന്നും കൂടെ പ്ലാസ്റ്റർ ഇടാം. അത് കഴിഞ്ഞ് വീണ്ടും എക്സ്റേ എടുത്ത് നോക്കി ശരിയായില്ലെങ്കിൽ നമുക്ക് നെക്സ്റ്റ് സർജറിയിലോട്ട് പോകേണ്ടി വരുമെന്ന്. ആളിപ്പോൾ ആ 3 വീക്ക് റെസ്റ്റിലാണ് കേട്ടോ, വിത്ത് പ്ലാസ്റ്റർ. പക്ഷേ ആ കൈ കൊണ്ട് ചെയ്യാൻ പറ്റുന്നൊക്കെ ആൾ ചെയ്യുന്നുണ്ട്. എന്നാൽ ഇനി സർജറി ചെയ്യേണ്ടി വരുമെന്നുള്ള നല്ല പേടിയുണ്ട്. പ്ലാസ്റ്റർ വെട്ടി ബൈക്ക് റൈഡിന് പോയെന്നറിയാത്ത നാട്ടിലുള്ള പപ്പയോടും മമ്മിയോടും ഇതാണ് മോൻ്റെ ശരിക്കുള്ള കയ്യിലിരിപ്പ്.